2026 ജൂലൈ 3 ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വികാരനിർഭരമായ നോക്കൌട്ട് പോരാട്ടത്തിന് കാനഡയിലെ ടോറന്റോ സ്റ്റേഡിയം സാക്ഷിയാകുകയാണ്. ഫിഫ ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32-വിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും നേർക്കുനേർ വരുമ്പോൾ അത് വെറുമൊരു മത്സരമല്ല, ആധുനിക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങളുടെ അന്ത്യ പോരാട്ടമാണ്. 41-ാം വയസ്സിലും പോരാട്ടവീര്യം ചോരാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ, 40-ാം വയസ്സിലും മധ്യനിരയിലെ മാന്ത്രികനായി തുടരുന്ന ലൂക്ക മോഡ്രിച്ച്. തോൽക്കുന്നവർക്ക് ലോകകപ്പിന്റെ പടിയിറങ്ങേണ്ടി വരും. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ പിന്തുടരുന്ന ഈ രണ്ട് മനുഷ്യർക്ക് ഒരു സമാനതയുണ്ട്. ഇരുവരും ഫുട്ബോൾ ലോകത്തെ സിംഹാസനം പിടിച്ചടക്കിയത് ചോരയും കണ്ണീരും നിറഞ്ഞ ദാരിദ്ര്യത്തിന്റെയും യുദ്ധത്തിന്റെയും കനൽ വഴികൾ ചവിട്ടിക്കയറിയാണ്. നമുക്ക് കുറച്ച് പുറകോട്ട് സഞ്ചരിക്കാം. 90കളുടെ തുടക്കം. ക്രൊയേഷ്യയിലെ വെലേബിറ്റ് പർവ്വത താഴ്വരയിൽ 6 വയസ്സുകാരനായ ലൂക്ക മോഡ്രിച്ച് തൻ്റെ മുത്തച്ഛൻ്റെ കൈപിടിച്ച് ആടുകളെ മേയ്ക്കാൻ നടത്തിയിരുന്ന കാലം. എന്നാൽ 1991 ഡിസംബറിലെ ഒരു കറുത്ത പുലരിയിൽ സെർബിയൻ തീവ്രവാദികൾ ആ നിഷ്കളങ്കനായ മുത്തച്ഛനെ വെടിവെച്ചു കൊന്നു. അവിടെയാകെ അധിനിവേശം നടത്തി. ചോര വീണ ജന്മനാട്ടിൽ നിന്ന് ജീവനം കൊണ്ട് സാദറിലെ ഒരു അഭയാർത്ഥി ഹോട്ടലിലേക്ക് ആ ബാലന് പലായനം ചെയ്യേണ്ടി വന്നു. ബോംബുകളുടെ സൈറൺ മുഴങ്ങുമ്പോൾ ബങ്കറുകളിൽ ഒളിച്ചും ഹോട്ടലിന്റെ കോൺക്രീറ്റ് പാർക്കിങ്ങിൽ ചോര പൊടിയുന്ന കാലുകളോടെ പന്തു തട്ടിയുമാണ് ലൂക്ക വളർന്നത്. മറുവശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മദീര എന്ന ദ്വീപിൽ മറ്റൊരു ബാലൻ പിറവിയെടുത്തിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവീറോ എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. കടുത്ത ദാരിദ്ര്യം കാരണം അവനെ ഗർഭചിത്രം ചെയ്യാൻ വരെ അവന്റെ അമ്മ ആലോചിച്ചിരുന്നു. മദ്യപാനിയായ അച്ഛൻ, കടുത്ത ദാരിദ്ര്യം, വിശപ്പടക്കാൻ ഭക്ഷണം പോലുമില്ലാതെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥ. 14-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് ഫുട്ബോളിലേക്ക് മാത്രം ഇറങ്ങിത്തിരിച്ച ഒരു പട്ടിണിപ്പാവം ചെറുക്കൻ. ഇരുവരുടെയും കരിയറിലെ ഏറ്റവും വലിയ സങ്കടം അവരുടെ അച്ഛന്മാരായിരുന്നു. സൈന്യത്തിൽ നിന്ന് മടങ്ങിയെത്തി ഒരു ലോക്കൽ ക്ലബിൽ കിറ്റ്മാനായി ജോലി ചെയ്ത അച്ഛനാണ് ക്രിസ്ത്യാനോയെ ഫുട്ബോൾ പരിചയപ്പെടുത്തിയത്. എന്നാൽ മകൻ ലോകത്തിന്റെ നെറുകയിൽ എത്തുന്നതിന് മുമ്പ് 2004 ആ പിതാവ് മരണപ്പെട്ടു. അടുത്തിടെ തൻ്റെ അച്ഛൻ്റെ പഴയൊരു വീഡിയോ കണ്ട് റൊണാൾഡോ പൊട്ടിക്കരഞ്ഞത് ലോകം കണ്ടതാണ്. തൻ്റെ പ്രശസ്തിയും അവാർഡുകളും കാണാൻ അച്ഛൻ ജീവിച്ചിരുന്നില്ലല്ലോ എന്ന നോവ് റൊണാൾഡോയെ ഇന്നും വേട്ടയാടുന്നു. ലൂക്ക മോഡ്രിച്ചിനാകട്ടെ പ്രതിഭയുണ്ടായിട്ടും മെലിഞ്ഞൊണിഞ്ഞ ശരീരപ്രകൃതിയുടെ പേരിൽ ക്രൊയേഷ്യയിലെ വലിയ ക്ലബ്ബുകൾ അവസരം നിഷേധിച്ചു. പിൽക്കാലത്ത് റയൽ മാഡ്രിഡിലെത്തിയിട്ടും ജന്മനാട്ടിലെ കോടതി കേസുകളുടെ പേരിൽ സ്വന്തം ജനങ്ങൾ അവനെ വില്ലനായി മുദ്രകുത്തി. ഹോട്ടൽ ചുവരുകളിൽ പോലും അവനെതിരെ ശാപവാക്കുകൾ എഴുതിവെച്ചു. പക്ഷേ കനലിൽ ചവിട്ടിക്കയറിയവർക്ക് കൊടുങ്കാറ്റിന് ഭയമില്ലായിരുന്നു. അവഗണനകളെ റൊണാൾഡോ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് തച്ചുടച്ചു. 5 ബാലൻ ഡിയോറുകൾ, ചാമ്പ്യൻസ് ലീഗുകൾ, ഒപ്പം ഗാസയിലെ കുട്ടികൾക്കായി ഗോൾഡൻ ബൂട്ട് വിറ്റും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ചികിത്സ നൽകിയും അവൻ ലോകത്തിലെ യഥാർത്ഥ സൂപ്പർ ഹീറോയായി മാറി. 2026 ഈ ലോകകപ്പിലും 6 വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി റൊണാൾഡോ ചരിത്രം കുറിച്ചു. അതേസമയം വിദ്വേഷം ചൊരിഞ്ഞ സ്വന്തം ജനതയുടെ മനസ്സ് മോഡ്രിച്ച് മാറ്റിയെടുത്തത് കളിമൈതാനത്തായിരുന്നു. 2018 ലോകകപ്പിന്റെ ഫൈനൽ വരെ ക്രൊയേഷ്യയെ നയിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൻ ഡിയോർ നേടി അവൻ രാജ്യത്തിന്റെ പ്രിയപുത്രനായി മാറി. വെലേബിറ്റിലെ അവന്റെ തകർന്ന പഴയ വീടിന് മുന്നിൽ ഇന്ന് ക്രൊയേഷ്യൻ പതാക അഭിമാനത്തോടെ പാറിപ്പറക്കുന്നുണ്ട്. ജൂലൈ 3 ടോറന്റോയിലെ പുൽമൈതാനത്ത് ഈ രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ നിൽക്കുമ്പോൾ ചരിത്രമാണ് നിശ്ചലമാകുന്നത്. ദാരിദ്ര്യത്തിന്റെ കരിനിഴലിൽ നിന്ന് വന്ന് ഫുട്ബോൾ ലോകം ഭരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും യുദ്ധത്തിന്റെ കനലിൽ നിന്ന് വന്ന് ലോകത്തെ കീഴടക്കിയ ലൂക്ക മോഡ്രിച്ചും. ഇതിലൊരാൾക്ക് അന്ന് കളം വിടേണ്ടി വരും. പക്ഷേ അവർ മൈതാനത്ത് ബാക്കി വെച്ചു പോകുന്ന അതിജീവനത്തിന്റെ കഥകൾ കാലമുള്ളോടത്തോളം കാലം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും. ഇത് വെറുമൊരു മത്സരമല്ല, ഇതിഹാസങ്ങളുടെ ലാസ്റ്റ് ഡാൻസ് ആണ്. waytonikah.com, the exclusive Muslim matrimonial site.